നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭയിൽ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ബിജെപി ടൗൺ സ്ക്വയറിൽ നടത്തിയ പരിപാടിയുടെ വാടകയുമായി ബന്ധപ്പെട്ട രേഖകൾ നഗരസഭാ ലെഡ്ജറിൽ രേഖപ്പെടുത്താത്തത് CPIM ബിജെപി അന്തർധാരയുടെ ഭാഗമാണോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ് ഭരണപക്ഷത്തെ പ്രകോപിതരാക്കിയത്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിലാണ് അജണ്ടയിലെ 12-ാം നമ്പർ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ഇരുപക്ഷത്തുമുള്ള കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. നഗരസഭ ഉടമസ്ഥതയിലുള്ള ടൗൺ സ്ക്വയറിൽ വെച്ച് കഴിഞ്ഞ 22-ാം തീയതി BJP പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിക്ക് നഗരസഭാ ചെയർമാൻ P. ഷാജിയുടെ മാത്രം അറിവോടെയാണ് അനുവാദം നൽകിയതെന്നും ഇത് നഗരസഭാ ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. എന്നാൽ ഇതിന്റെ കൃത്യമായ രേഖകൾ കയ്യിലുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ മറുപടി നൽകി. BJPയും CPMും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന തരത്തിലുള്ള പത്തത് ജാഫറിന്റെ ആരോപണം CPM കൗൺസിലർമാരായ മൻസൂർ നച്ചീലിനെയും മുണ്ടുമൽ ഹനീഫയെയും പ്രകോപിതരാക്കുകയായിരുന്നു. പത്തത് ജാഫറിന്റെ പരാമർശത്തെ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് ഏറ്റുപിടിച്ചതോടെ കൗൺസിൽ യോഗം വാക്കേറ്റത്തിലേക്ക് മാറി. നിയോഗിക്കപ്പെട്ട എല്ലാ സംഘടനകൾക്കും നിയമാനുസൃതമായി ടൗൺ സ്ക്വയറിൽ പരിപാടികൾ നടത്താമെന്നും CPIM BJP തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന തരത്തിലുള്ള ചർച്ച ഖേദകരമാണെന്നും ഇത് പിൻവലിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർക്ക് ന്യായമായ അവകാശത്തിന്റെ ഭാഗമായി അവർ പണം കെട്ടുകയും അവർ പരിപാടി നടത്തുകയും ചെയ്തു. പക്ഷെ അതിൽ പറഞ്ഞെന്താ, അവർ പണമടവാക്കിയിട്ടില്ലെന്നും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ ഈ ഭരണസമിതിയുമായി ഉണ്ടാക്കിയ അന്തർധാരയാണ് എന്ന് നിങ്ങളുടെ സ്ഥിരം പദവിയുണ്ട്. അത് പൊളിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ലക്ഷ്യം. ആ റസീറ്റ് ഉയർത്തി കാണിച്ച് ഇപ്പം പറയുന്നു, ദയവ് ചെയ്ത് നിങ്ങളത് പിൻവലിക്കണം. കാരണം നിങ്ങൾ പിൻവലിക്കാൻ എനിക്കറിയാം, കാരണം നിങ്ങൾക്ക് അതേ ശീലമുള്ളൂ. ദിവസം ഒരു 4000 വട്ടം നുണ പറയുകയും ആ തുടർന്ന് BJPക്ക് പരിപാടി നടത്താൻ അനുവാദം നൽകിയതുമായി ബന്ധപ്പെട്ട രേഖ കൗൺസിൽ യോഗത്തിൽ സമർപ്പിച്ചതോടെ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ച ആരോപണത്തിൽ വസ്തുതയില്ലെന്ന് തെളിയുകയായിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയിൽ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിനെക്കുറിച്ചും 34 വാർഡുകളിലേക്കും വഴിവിളക്കുകൾ അനുവദിക്കുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. നഗരസഭയിലെ 34 വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കണമെന്നും ചില വാർഡുകളോട് കാണിക്കുന്ന പക്ഷാഭേദം ഒഴിവാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാമെന്ന് ചെയർമാൻ P. ഷാജി ഉറപ്പു നൽകി. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും
സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.